قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ 59ാമത്തെ പാർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലും ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ന്യായങ്ങളായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഇദ്ദേഹം ശരിക്കൊരു കഥാകൃത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തൊക്കെയോ ഒരു മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു, അതിങ്ങനെ ക്ലാസ്സാണ് എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുക. ഒരു ഊഹങ്ങൾ, ഒരു തെളിവുമില്ലാത്ത ചില ഊഹങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പല ക്ലാസ്സുകളും നമുക്ക് മനസ്സിലാവുന്നത്. സത്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഇപ്രാവശ്യം എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേട്ടിട്ട് മറുപടിയിലേക്ക് കിടക്കാം. മനസ്സിൽ നടക്കുന്ന പ്രക്രിയക്കൊപ്പം കടന്ന് വീണ്ടും പറയുന്ന ഒരു ദൈവമാണ് ഖുർആനിൽ നമ്മൾ കാണുന്നത്. അത് ഖുർആനിന്റെ വക്താക്കൾ നടത്തുന്ന അവകാശവാദവുമായി തീരെ പൊരുത്തപ്പെടാത്ത വളരെ യുക്തിഹീനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ദൈവം മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ട് ഒരു കിതാബ് കൊടുത്തയച്ച് ആ കിതാബ് വിശദീകരിക്കാനാണ് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് എങ്കിൽ ആ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈനംദിന കാര്യങ്ങളിലും ആ പ്രവാചകന്റെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളും അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടിന് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അയാളുടെ ശത്രുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയുന്ന രീതിയിലും ഒക്കെ ഒരു പുസ്തകം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തി ലളിതമായിട്ട് വിഷയാനുബന്ധിതമായിട്ട് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഈ പ്രവാചകന്റെ ജീവിതത്തിൽ വരുമ്പോൾ ആ പുസ്തകത്തിനനുസരിച്ച് ഒരു വ്യാഖ്യാനം അവിടെ ഉണ്ടായാൽ മതി. ആ വ്യാഖ്യാനം മുഹമ്മദിന് സ്വയം വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ഈ ഖുർആൻ എടുത്തുകൊണ്ട് അന്നേരം ജിബ്രീൽ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു കിതാബ് ഇറക്കാത്ത പടച്ചോൻ മുഹമ്മദിന്റെ വായിൽ കൂടെ മുഹമ്മദിന് അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അതെങ്ങനെ ഒരു ദൈവത്തിന്റെ പുസ്തകമാകുക, അതെങ്ങനെ ഒരു മാർഗദർശന പുസ്തകമാകുക? അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിലുള്ള ആണ് ഖുർആൻ അവതരിച്ചത്. അപ്പോൾ ആർക്കാണ് ഖുർആൻ അവതരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഖുർആൻ അവതരിച്ചത്. നബിയുടെ ഹൃദയത്തിലേക്ക് ആണ് ഖുർആൻ അവതരിച്ചത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന. അപ്പോൾ ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? നബിക്കാണ്. അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവുക. അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളും നടന്നു കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെ ഖുർആനിലുണ്ട്. നബിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് പാടില്ല എന്ന് ഇദ്ദേഹത്തിന് ആരാണ് അങ്ങനെ ഒരു ഇത് വെച്ചത്? ഇദ്ദേഹം പറയുന്ന രീതിയിലാവണം ദൈവം സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അടിമേറ്റാണോ ദൈവം? ആണോ? ഇദ്ദേഹം പണിക്ക് നിർത്തിയ ഒരാൾ ഇയാൾ പറയുന്നത് കേൾക്കണം, ഓക്കെ. അതേ സ്ഥാനത്ത് നിങ്ങളെയും നമ്മളെയും ഒക്കെ പടച്ച തമ്പുരാൻ അവൻ ഉദ്ദേശിക്കുന്ന തരത്തിലല്ലേ നമുക്ക് ഗൈഡൻസ് നൽകുക. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവണോ ദൈവം പറഞ്ഞു തരേണ്ടത്? എവിടുത്തെ ന്യായമാണ് ഇതൊക്കെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ന്യായമാണ് ഇദ്ദേഹം പറയുന്നത്? തീരെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇദ്ദേഹം ഒരു മാഷായത് എങ്ങനെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ കൈക്കൂലി കൊടുത്തിട്ടാവും ഒരു മാഷായിട്ടുണ്ടാവുക, അല്ലാതെ ഇപ്പോൾ ഒരു മാഷ് ആവേണ്ട ഒരു യോഗ്യതയും ഇയാളുടെ ഞാൻ കാണുന്നില്ല. അത്രയ്ക്ക് വൾഗറായ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം മൊത്തം. കാരണം ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലാവണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള പല ആളുകളും പറയുന്ന ഒരു ഇതാണ്, ദൈവം എന്താ ഇങ്ങനെ പറഞ്ഞ്, അങ്ങനെ എന്താ ചെയ്ത്, ഇങ്ങനെ ചെയ്യുമോ, അല്ലെ ദൈവം ഇങ്ങനെ ചെയ്യൂലല്ലോ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ദൈവത്തെ പറ്റി അറിയണം. ഇദ്ദേഹം ഒരു നിരീശ്വരവാദി, ദൈവം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ ദൈവം ഇങ്ങനെ ആയിരിക്കണം എന്ന്, അങ്ങനൊരു ദൈവമാണെങ്കിൽ ഓക്കെ ഞാൻ വിശ്വസിക്കാം എന്ന ഒരു രീതിയാണ് ഇവരൊക്കെ അവലംബിക്കുന്നത്. അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ദൈവം, അതാണ് ഇവരുടെ ദൈവം. അതെന്താണ്? ഇവർ തന്നെയാണ് ഇവരുടെ ദൈവം. ഫിറൗൻ പണ്ട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന രീതിയിലാണ് ഇവരുടെ സംസാരം. കാരണം ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ മാത്രം
ദൈവം സംസാരിക്കണം എന്നുള്ളത് എവിടെ നിന്നാണ് ഇവർക്ക് ആ തെളിവ് കിട്ടിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവം ഇവരോടൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് സംസാരിച്ചു, ഞാൻ ഇങ്ങനൊന്നല്ല പറയാം, ഞാൻ ഇങ്ങനെയാണ് പറയാം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും അവന് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ അവന് ഉദ്ദേശിച്ചത് എന്താണ്? ഒരു പ്രവാചകനെ നിയോഗിച്ചിട്ട്, അതായത് മനുഷ്യരിൽ നിന്ന് തന്നെ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് നൽകാൻ വേണ്ടി ഒരു ടീച്ചറെ നിയമിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ മനുഷ്യനിലൂടെ മനുഷ്യർക്ക് ഉത്ബോധനം നൽകി. നിങ്ങളെന്തായി പറയുന്നത്? ഈ കോടിക്കണക്കിന് ഇപ്പം എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 180 കോടി ജനങ്ങളുണ്ട്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അതേപോലെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിന് അവർക്ക് കഴിയാറില്ല എന്ന്. കഴിയുന്ന രീതിയിൽ സുന്നത്ത് മുൻപറ്റി ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. 5 നേരത്തെ നമസ്കാരം, അതേപോലെ തന്നെ നോമ്പ് വരുമ്പോൾ നോമ്പെടുക്കുന്നു, അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന, പിന്നീട് ഒരാൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പുറപ്പെടുമ്പോഴുള്ള ആ പ്രാർത്ഥന എന്ന് വേണ്ട രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. നബിയുടെ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളും ഖുറാനിലുണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നബിക്കെതിരെ സംസാരിച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രശ്നം? ഇപ്പം ഞാൻ ഒരാളെ ഗവർണറായിട്ട് നിയമിക്കുന്നു, ആ ആൾക്കെതിരെ എന്തെങ്കിലും അക്രമമോ അല്ലെങ്കിൽ സംസാരമോ ഉണ്ടായാൽ ഞാൻ അതിന് പ്രതികരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് അതിലൊരു കുഴപ്പമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ പ്രതികരിക്കാതിരുന്നാൽ ഇദ്ദേഹം പറയുകയും ചെയ്യും, ഇതെന്ത് ദൈവമാണ്? ഒരു പ്രവാചകനെ നിയോഗിച്ചു, എന്നിട്ട് ഒരു ബുക്കും കൊടുത്ത് വിട്ടു, എന്നിട്ട് ഈ പ്രവാചകനാണോ ഇത് വിശദീകരിക്കുന്നത് എന്ന് ചോദിക്കില്ലേ? ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകൻ സ്വയമേ ഒരു കാര്യവും, മതത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകൻ സ്വന്തമായിട്ടൊരു കാര്യവും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇല്ലാ വഹിയും യൂഹ, അതായത് വഹിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അദ്ദേഹം സംസാരിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഖുറാനിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഒരു കാര്യം ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റേതായിട്ടുള്ളൊരു വ്യാഖ്യാനം കൊടുക്കില്ല. ഖുറാൻ്റെ ഓരോ ആയത്തിനുള്ള വിശദീകരണങ്ങളും അള്ളാഹു ആണ് അറിയിച്ചു കൊടുക്കുന്നത്. നീ അത് സാവധാനം പാരായണം ചെയ്യുക. തീർച്ചയായും നാം ആണ് അത് അവതരിപ്പിച്ചത്, നാം തന്നെ അത് വിശദീകരിച്ച് നൽകുന്നതാണ് എന്ന് കൃത്യമായിട്ട് സൂറത്ത് ഖിയാമ 75-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ അധ്യായങ്ങളിൽ ആയത്തുകളിൽ പറയുന്നുണ്ട്. നീ അത് എന്താ പറയുക, ധൃതിഷ്ടമാക്കാൻ നീ ശ്രമിക്കേണ്ടതില്ല. നീ അത് മനഃപ്പാഠമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാനാണത് നിനക്ക് അവതരിപ്പിച്ചു തന്നത്, നീ അത് മറക്കില്ല, ഞാൻ നിനക്ക് ഓതിത്തരാം. പിന്നീട് അത് വിശദീകരിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് എന്ന് ഖുറാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ നബിയുടെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആയത്തിറങ്ങിയിട്ടുണ്ട്. എന്താണ് അതിന് കുഴപ്പം? പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നബിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചില ആയത്തുകൾ അതിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ദൈവം നല്ല ഇറക്കിയത് എന്ന് ഇദ്ദേഹം എങ്ങനെ പറയാം? എന്നാൽ എല്ലാ കാര്യവും നബിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ? അല്ല. പല നബിമാരുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്, പല സദ്വൃത്തരായി ജീവിച്ചു പോയ ആളുകളുടെ ചരിത്രം പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇത് പറയുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഈ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനായത് കൊണ്ട് തന്നെ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും ഈ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്കുണ്ടാകും. ആ സമയത്ത് എന്ത് ചെയ്യണം? ക്ഷമ കൈക്കൊള്ളണം. പിന്നെ അവരോട് എന്ത് സംസാരിക്കണം? അവർ ചോദിക്കുന്ന മറുപടി, അവർക്കുള്ള മറുപടി എന്താകണം? ഇതൊക്കെ കൃത്യമായിട്ട് ഖുറാനിലുണ്ട്. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും
കൃത്യമായ മറുപടി ഖുർആനിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഏത് ചോദ്യം കൊണ്ട് വന്നു കഴിഞ്ഞാലും ആ മറുപടി കൃത്യമായിട്ട് ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. ഇത് പൂർവികരുടെ കെട്ടുകഥകളാണെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ, അതിനുള്ള മറുപടിയും ഖുർആനിലുണ്ട്. കെട്ടുകഥയാണെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ, എങ്ങനെയാണ് ഈ കെട്ടുകഥയാണെന്ന് നിങ്ങൾ അങ്ങോട്ട് ഉറപ്പിക്കുക? അതിന് എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത്? ഇല്ല. അപ്പം നിങ്ങൾ ആ ആളുകളെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ അള്ളാഹു പറയുന്ന ഓരോ ചരിത്രവും ഇപ്പം അടുത്ത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അത് പല ഇടങ്ങളിലായിട്ട് അതിനുള്ള തെളിവുകൾ കിട്ടുന്നുണ്ട്. ജോർഡാനിലും അതേപോലെ ലൂത്ത് നബിയുടെ സമുദായം ജീവിച്ചത്, ഫറാവൻ്റെ കൊട്ടാരം, അതുമായിട്ട് ബന്ധപ്പെട്ട ഹാമാൻ്റെ ചരിത്രം, ഇതൊക്കെ കൃത്യമായിട്ട് ഇപ്പം അടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെന്താണ്, ഏത് ലോകത്താണ് നിങ്ങളൊക്കെ ജീവിക്കണേ? നിങ്ങൾക്ക് ഈ ഇസ്ലാമുമായിട്ട് ഒത്തുചേർന്ന് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അത് പറയണം. അല്ലാതെ ഇതൊക്കെ കെട്ടുകഥയാണ്, ഇതൊക്കെ എന്താണ് ദൈവം പറയുമോ എന്നൊക്കെ ചോദിക്കുന്ന എന്താ പറയുക, പരിഹാസ്യമാവുകയാണ് താങ്കൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എന്തായാലും ഞാൻ നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.